കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട് കളർ കോഡിംഗ് എന്താണെന്നും നമ്മൾ വിശദീകരിച്ചു. ഇനി ഈ ഭാഗത്ത് നമുക്ക് റെസിസ്റ്റൻസുകളുടെ കോമ്പിനേഷൻ, വ്യത്യസ്ത കോമ്പിനേഷനുകളെ കുറിച്ചിട്ടും അതിൻ്റെ EMFനെ കുറിച്ചിട്ടും നമുക്ക് നോക്കാം. അല്ല, ആദ്യം നമുക്ക് നോക്കാം ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഓഫ് എ സെൽ അല്ലെങ്കിൽ EMF ഓഫ് എ സെൽ. അതിനുവേണ്ടി നമ്മൾ രണ്ട് ബോഡീസ് നമ്മൾ ഇമാജിൻ ചെയ്യുക. വ്യത്യസ്ത പൊട്ടൻഷ്യലുള്ള VA പൊട്ടൻഷ്യലും VB പൊട്ടൻഷ്യലുള്ള രണ്ട് വ്യത്യസ്ത ബോഡികൾ, അവ തമ്മിൽ ഒരു വയർ വഴി കണക്ട് ചെയ്തിരിക്കുന്നു. ഇമാജിൻ ചെയ്യുക VA is higher than VB. നമുക്കറിയാം ചാർജ് വിൽ ഫ്ലോ ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ അണ്ടിൽ ദ പൊട്ടൻഷ്യൽ വിൽ ബിക്കം സെയിം. പൊട്ടൻഷ്യൽ സെയിം ആകുന്നവരെ മാത്രമാണ് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ചാർജ് ലോവർ പൊട്ടൻഷ്യലിലേക്ക് എത്തുക. സെയിം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറണ്ട് സ്റ്റോപ്പ് ചെയ്യപ്പെടും. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കറണ്ടിന് കാരണമായ വസ്തുത. എന്നാൽ നേരെ മറിച്ച് നമ്മളൊരു സെല്ലിലേക്ക് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കറണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ടെർമിനൽ ഹയർ പൊട്ടൻഷ്യലും നെഗറ്റീവ് ടെർമിനൽ ലോവർ പൊട്ടൻഷ്യലായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യുന്നതനുസരിച്ച് ഹയർ പൊട്ടൻഷ്യലിലെ പൊട്ടൻഷ്യൽ കുറയും, ലോവർ പൊട്ടൻഷ്യലിലെ പൊട്ടൻഷ്യൽ കൂടും. ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ആവുന്നതാണ്. പക്ഷെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കറണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നതിന് പകരം കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കറണ്ട് പുറമേക്ക് ഡെലിവറി ചെയ്യപ്പെടുന്നതാണ്, അല്ലേ? അപ്പോൾ അതിനർത്ഥം ഈ രണ്ട് ടെർമിനൽസിൻ്റെ ഇടയിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയാതെ എന്തോ ഒരു ഫിനോമിനൻ നിലനിർത്തുന്നുണ്ട്, അല്ലേ? അതായത് ഒരു ബാറ്ററിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു ബാറ്ററിയിൽ കെമിക്കൽ റിയാക്ഷൻസ് വഴി എനർജി റിലീസ് ചെയ്ത് ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഈ രണ്ട് ടെർമിനൽസിനിടയിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ആ മിനിമം എനർജി സപ്ലൈ എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യാന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ രണ്ട് പൊട്ടൻഷ്യൽ ടെർമിനൽസിനിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യപ്പെടുന്ന മിനിമം വർക്ക്, ആ വർക്കിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, അല്ലേ? അതായത് സെൽ ഓൾവേസ് ഡു സം വർക്ക് അല്ലെങ്കിൽ സ്പെൻഡ് എനർജി ടു മെയിൻറ്റെയിൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് ടെർമിനൽസ്. അല്ലാത്ത പക്ഷം എന്തുണ്ടാവും, കറണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. അപ്പം അങ്ങനെയുള്ള ആ വർക്കിനെ പറയുന്ന പേരാണ്, മിനിമം വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജീനെ പറയുന്ന പേരാണെന്ത്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ഫോഴ്സ് ഒന്നല്ല. അത് ആദ്യകാലങ്ങളിൽ ആ ഫിനോമിനെ കുറിച്ച് വ്യക്തമായി ധാരണയില്ലാത്തത് കൊണ്ട് പറയപ്പെടുന്ന ഒരു പേരായിരുന്നു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. പിന്നീട് അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ EMF എന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. EMFനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു അനിമേഷനിലേക്ക് നോക്കുക. അനിമേഷൻ പെർഫെക്റ്റ് അനിമേഷൻ ഒന്നല്ല, എന്നാലും നമുക്കൊരു കമ്പാരിസൺ നിലയ്ക്ക് നമ്മളൊരു പൈപ്പ് ഉണ്ട്, മുകളിലും ഒരു ഉയരത്തിലുള്ളൊരു ഓപ്പണിംഗ് ഉണ്ട്, അതേപോലെ താഴെയുള്ളൊരു ഓപ്പണിംഗ് ഉണ്ട്. നമ്മളൊരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബോള് നമ്മൾ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബോള് മുകളിലുള്ളത് ഹയർ പൊട്ടൻഷ്യലാണ്, ഹയർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ്. മറ്റേത് താഴ്ഭാഗം ലോവർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ്. സ്വാഭാവികമായിട്ടും വെച്ച് കഴിഞ്ഞാൽ ആ ബോള് താഴേക്ക് പോരും, അല്ലേ? ഇനി ആ ഒഴുക്ക് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാതായി. ആ ഒഴുക്ക് നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ ഏജൻസി അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ബോളിനെ വീണ്ടും ഉയർത്തി ഇവിടെ കൊണ്ടുവയ്ക്കണം. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലേ? ആ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടു, ബോള് ഒഴുകുന്ന കാണാം, അല്ലേ? വീണ്ടും നമ്മൾ എന്ത് ചെയ്യണു? വീണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യണം. വീണ്ടും അത് ആ ഫ്ലോ നിലനിർത്തപ്പെടണമാണ്. അതായത് നമുക്കറിയാം ഒഴുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ ഏജൻസി എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഇലക്ട്രോണുമായി കമ്പയർ ചെയ്യുക. അതായത് ഇലക്ട്രോണുകൾ മുകളിലുള്ളത് ഹയർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വരെ ഹയർ പൊട്ടൻഷ്യൽ വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക, താഴെയുള്ള ലോവർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ കറണ്ടിൻ്റെ ബോൾ ഒഴുകുന്ന പോലെ ഇലക്ട്രോണുകൾ ഒഴുകാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഏജൻസി എപ്പോഴും വർക്ക് ചെയ്താൽ മാത്രമേ പൊട്ടൻഷ്യൽ എനർജി അവിടെ നിലനിർത്തപ്പെടുള്ളൂ. ഇവിടെ ബാറ്ററിയാണ് ആ വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഇമാജിൻ ചെയ്യുക, ഒരു വാട്ടർ ടാങ്ക്. ആ വാട്ടർ ടാങ്ക് മുകളിൽ വെള്ളമുണ്ട്,
അല്ലേ? ഒരു പൈപ്പ് വഴി നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകും. അത് ആ ഒഴുക്ക് നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും വെള്ളത്തിനെ മുകളിലേക്ക് ടാങ്ക് നിറച്ചുകൊണ്ടിരിക്കണം, അല്ലേ? ഇത് വർക്ക് ചെയ്യുന്ന ആരാ? ഒരു മോട്ടറാണ്. അപ്പോൾ മോട്ടർ എക്സ്റ്റേണൽ ഏജൻസി വർക്ക് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫ്ലോ ഇവിടെ നിലനിർത്താൻ പറ്റുള്ളൂ. ഇതേപോലെ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ സെല്ല് വർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ വർക്ക് ഡൺ പറയുന്ന പേരാണെന്ത്? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. സോ വാട്ട് ഈസ് ഇറ്റ്സ് ഡെഫിനിഷൻ? EMF of a cell is the minimum work done to maintain a unit flow of charge through the network. ഒരു നെറ്റ്വർക്കിൽ കൂടെ ഒരു യൂണിറ്റ് ഫ്ലോ ഓഫ് ചാർജിന് 1 coulomb ചാർജിൻ്റെ മൂവ്മെൻറ്റിനെ നിലനിർത്താൻ വേണ്ട പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വർക്ക്, മിനിമം വർക്കിനെ പറയുന്ന പേരാണെന്ത്? EMF. ഡെഫിനറ്റ്ലി അതെന്തല്ല, ഇറ്റ്സ് നോട്ട് എ ഫോഴ്സ്, ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദാറ്റ് ഡെവലപ്ഡ് അക്രോസ് ദ ടെർമിനൽസ് ഓഫ് എ സെൽ വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ദ സെൽ. അതായത് അതിന് വേറൊരു ഡെഫിനേഷൻ കൂടിയുണ്ട്, അത് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. എന്താ? ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡ് അക്രോസ് ദ ടെർമിനൽ ഓഫ് ദ സെൽ വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ദ സെൽ. ഒരു സെല്ലിൽ നിന്ന് പുറമേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാത്തപ്പോൾ, ഡെലിവറി ചെയ്യപ്പെടാത്ത സിറ്റുവേഷനിൽ ആ രണ്ട് ടെർമിനൽസിനിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് എന്ത്? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സിനെ കോമൺ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇ അല്ലെങ്കിൽ എപ്സിലോൺ എന്ന ലെറ്റർ കൊണ്ടാണ്. അതിൻ്റെ യൂണിറ്റ് സ്വാഭാവികമായിട്ടും വോൾട്ടേജ് ആണ്. ഇനി രണ്ടാമതായി നമുക്ക് നോക്കേണ്ട വേറൊരു സെല്ലുമായി ബന്ധപ്പെട്ട വേറൊരു ഫാക്ടറാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അതിനെ സ്മോൾ ആർ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെല്ലിന് ഇമേജ് ചെയ്യുക. സെല്ല് നമുക്കറിയാം ഇലക്ട്രോളിക് സെല്ലാണ് മിക്കവാറും ഉണ്ടാവുക. അങ്ങനെ ഇലക്ട്രോളിക് സെല്ലിനെ നമ്മൾ ഇമേജ് ചെയ്യുന്നു. ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രോളൈറ്റ് ഉണ്ടാവും, 2 ഇലക്ട്രോഡുകൾ ഉണ്ടാവും. ഒന്ന് പോസിറ്റീവ് ടെർമിനൽ ഇലക്ട്രോണിനെ നമ്മൾ കാഥോഡെന്നും നെഗറ്റീവ് ടെർമിനൽ ഇലക്ട്രോണിനെ ആനോഡെന്നും പറയും. അതിനൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഔട്ട് സൈഡിൽ കൂടെ ഫ്ലോ ചെയ്യും, പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എന്ത്? കറണ്ടിൻ്റെ ഡയറക്ഷൻ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക്. ഇനി ഇലക്ട്രോലൈറ്റിൻ്റെ ഉള്ളിൽ എത്ര കറണ്ട് പുറമേ കൂടെ പോകുന്നുണ്ടോ അത്രയും കറണ്ട് തന്നെ ഇലക്ട്രോലൈറ്റിൻ്റെ ഉള്ളിൽ കൂടിയും ഫ്ലോ ചെയ്യണ്ടാവും, എന്നാലേ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ ഉള്ളിൽ അയോണുകളുടെ മൂവ്മെൻ്റ് ആണ് ഈ കറണ്ട് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അയൺ മൂവ്മെൻറ്റ്സിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യപ്പെടും. ആ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത്? ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. സോ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ സെൽ വെൻ എ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ആ സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് ഓഫർ ചെയ്യപ്പെടുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത്? ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. അതിനെ കോമൺ ആയിട്ട് സ്മോൾ ആർ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിത് കാണിച്ചിട്ടുണ്ട്. ഒരു സെല്ല് തൊട്ടപ്പുറത്ത് ചെറിയൊരു റെസിസ്റ്റൻസ്, ഇത് രണ്ടും കൂടിച്ചേർന്നാണ് എന്ത്? ഒരു സെല്ലായിട്ട് നമുക്ക് കണക്കൂടുന്നത്. അതായത് ഇ എന്നുള്ളത് EMFും ആർ എന്നുള്ളത് അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസും. ഇനി ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സിനത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഫാക്ടർ നേച്ചർ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. നമുക്കറിയാം ഒരു സെല്ലാണ്, ആ സെല്ലിൻ്റെ ഉള്ളിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. വ്യത്യസ്ത സെല്ലുകൾ വ്യത്യസ്ത ഇലക്ട്രോലൈറ്റ് ആവും. കോപ്പർ സൾഫേറ്റ് ഉണ്ടാവും, സിങ്ക് സൾഫേറ്റ് ഉണ്ടാവും, സിൽവർ നൈട്രേറ്റ് ഉണ്ടാവും, അങ്ങനെ പല ഇലക്ട്രോലൈറ്റുകൾ ഉണ്ടാവാം. ആ ഇലക്ട്രോകളുടെ സ്വഭാവത്തിനനുസരിച്ച് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇന്റേണൽ റെസിസ്റ്റൻസിൽ മാറ്റം സംഭവിക്കാം. രണ്ടാമത്തെ നേച്ചർ ഓഫ് ദി ഇലക്ട്രോഡ്സ്. പല സെല്ലുകളും പലതരത്തിലുള്ള ഇലക്ട്രോഡുകളാണ്. ഈ പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്, കോപ്പർ ഇലക്ട്രോഡുകൾ, സിങ്ക് ഇലക്ട്രോഡുകൾ, അങ്ങനെ പല ഇലക്ട്രോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചും ഇന്റേണൽ റെസിസ്റ്റൻസിൽ മാറ്റം സംഭവിക്കാം. പിന്നെ ഏരിയ ഓഫ് ദി ഇലക്ട്രോഡ്സ് ഇമ്മേഴ്സ്ഡ് ഇൻ എൻ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റിൽ മുങ്ങിക്കെടുക്കുന്ന ഇലക്ട്രോഡുകൾ ഏരിയയ്ക്കനുസരിച്ച് മാറ്റം വരാം. കൂടുതൽ ഏരിയ ആണെങ്കിൽ കൂടുതൽ അയോണുകൾ മൂവ് ചെയ്യും, സ്വാഭാവികമായിട്ടും ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയുക, അല്ലേ? ഏരിയ കുറയും തോറും ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. നാലാമത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. വ്യത്യസ്ത സെല്ലുകളിലെ പ്ലേറ്റുകൾക്കിടയിലുണ്ടാവുന്ന ഇലക്ട്രോഡുകൾക്കിടയിലുണ്ടാവുന്ന ഡിസ്റ്റൻസ് മാറ്റം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിസ്റ്റൻസ് കുറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇലക്ട്രോഡുകൾക്ക് എത്താൻ സാധിക്കും, ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയും. അല്ലാത്ത പക്ഷം ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എന്തിനെ അഫക്റ്റ് ചെയ്യും? ഇന്റേണൽ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യും. പിന്നെയുള്ളത് ടെമ്പറേച്ചറാണ് കോമൺലി. അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്
അയോണുകൾ മൂവ്മെൻറ്റ് കൂടും, മൊബിലിറ്റി കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സ്പീഡിൽ ഇതിനെ കവർ ചെയ്യാൻ പറ്റും. റെസിസ്റ്റൻസ് കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുന്തോറും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറയാനാണ് സാധ്യത. അത് നമുക്ക് അതിന് പല ഉദാഹരണങ്ങളുണ്ടാവും. കാരണം പഴയ കാലങ്ങളിൽ ഒരു മോട്ടോർ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം വിൻ്റർ സീസണിൽ തണുത്ത സമയങ്ങളിലൊക്കെ ഓൺ ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് സമ്മർ സീസണിൽ കുറച്ച് ഈസി ആയിട്ട് ഓൺ ചെയ്യാം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെല്ലിൻ്റെ ഉള്ളിലേക്കുള്ള തണുപ്പ് കൂടുന്തോറും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറമേക്കുള്ള കറണ്ടിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ സഫീഷ്യൻ്റ് ആവില്ല. പ്ലഗിൽ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കുന്നത്. അപ്പോൾ അതിനുള്ള സഫീഷ്യൻ്റ് ആയ കറണ്ടിനെ പുറമേക്ക് എടുക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ കുറച്ചും കൂടിയും ബുദ്ധിമുട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ. നേരെ മറിച്ച് ടെമ്പറേച്ചർ കൂടുമ്പോൾ സമ്മർ സീസണിലൊക്കെ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും സെല്ലിൻ്റെ. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറയുന്നതോറും സഫീഷ്യൻ്റ് ആയ കറണ്ട് പുറമേക്ക് നമുക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഈസി ആയിട്ട് അത് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് എക്സ്റ്റേണൽ ലോഡ് റെസിസ്റ്റൻസിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. അതായത് നമുക്കൊരു ഫ്രിഡ്ജ്, TV, ബൾബ് ഇതൊക്കെ നമ്മൾ ലോഡായിട്ട് കണക്കുക. അതിനൊക്കെ റെസിസ്റ്റൻസ് ആയി കണക്കാക്കുകയാണെങ്കിൽ അതിന് ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ വ്യത്യസ്ത ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂസിനനുസരിച്ച് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പരമാവധി കുറഞ്ഞിരിക്കണം. കൂടിയ സെല്ലൊക്കെ അത്ര നല്ല സെല്ലല്ല. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടിയ സെല്ലൊക്കെ നല്ല സെല്ലായിട്ട് പരിഗണിക്കപ്പെടില്ല. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറയും തോറാണ് അതിൻ്റെ എഫിഷ്യൻസി കൂടുതലാവുക അല്ലേ. ഈ ഡ്രൈ സെല്ലുകളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോലൈറ്റ് ഉള്ള സൊല്യൂഷനുള്ള സെല്ലുകൾക്ക് കുറച്ചുകൂടി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറയാനാണ് സാധ്യത. കാരണം ഫ്രീ മൂവ്മെൻറ്റ്സ് അവിടെ പോസിബിൾ ആണ്, ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേറൊരു ടേമാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ EMFും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെല്ല് ഇമാജിൻ ചെയ്തു അല്ലേ. ഈ സെല്ലിൻ്റെ രണ്ട് ടെർമിനൽക്കിടയിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണെന്ന് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വെൻ ദർ ഈസ് എ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ ഔട്ട്സൈഡ് നെറ്റ്വർക്ക് അല്ലേ. ഒരു ഔട്ട്സൈഡ് നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൽ കൂടെ കറണ്ട് ഡെലിവർ ചെയ്യപ്പെടുന്ന സമയത്ത് ഈ രണ്ട് ടെർമിനൽസിൻ്റെ ഇടയിലും ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണെന്ത്? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നേരെ മറിച്ച് അല്ലാത്ത സിറ്റുവേഷനിൽ കറണ്ട് ഇല്ലാത്ത സിറ്റുവേഷനിൽ പുറമേക്ക് ഫ്ലോ ചെയ്യാത്തപ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ ഇത് രണ്ടിൻ്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണ് EMF. അതിനെന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സെല്ലിൻ്റെ ഉള്ളിൽ കൂടിയും കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മൂലം അതിനിടയിൽ കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യപ്പെടും, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞുള്ള വോൾട്ടേജ് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ടെർമിനൽസിൻ്റെ ഇടയിൽ കിട്ടുകയുള്ളൂ അല്ലേ. ഇപ്പോൾ നമുക്കൊരു ഡ്രൈ സെല്ലൊക്കെ കിട്ടി കഴിഞ്ഞാൽ 1.5 വോൾട്ടേജ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ പറയണത് അതിൻ്റെ EMFനെ കുറിച്ച്. EMF 1.5 ആണ്. പക്ഷേ അത് ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടുമായി കണക്ട് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മൂലം കുറച്ച് വോൾട്ടേജ് നഷ്ടപ്പെടും. ബാക്കി വോൾട്ടേജ് മാത്രമേ പുറമേക്ക് നമുക്ക് അവൈലബിൾ ആവുള്ളൂ. ഏകദേശം 1.4-1.45 വോൾട്ടേജ് നമുക്ക് അവൈലബിൾ ആവുള്ളൂ അല്ലേ. അപ്പോൾ ആ 1.4 അതിന് കാരണം എന്താ? ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പാണ്. അപ്പോൾ ഈ ടെർമിനൽസിൻ്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് അതിന് നമ്മൾ പറയുന്ന പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കറണ്ട് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഈ വോൾട്ടേജ് ഡ്രോപ്പ് സെല്ലിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല, ഫുൾ വോൾട്ടേജ് നമുക്ക് ഔട്ട് സൈഡ് കിട്ടും. അതുകൊണ്ടാണ് EMFനെ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് വെൻ ദർ ഇസ് നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ദ സർക്യൂട്ട്. കറണ്ട് പുറമേക്ക് ഒഴുകാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് അവിടെ പറയുന്നത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിനെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡ്യൂ ടു എ സ്മോൾ voltage drop across the internal resistance of a cell, the voltage developed across the terminals of the cell is smaller than its actual EMF. Actual EMF നാട്ടും വളരെ കുറച്ച് കുറവായിരിക്കും. This potential difference is called terminal potential difference. ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. നമ്മളൊരു സർക്യൂട്ട് ഇമാജിൻ ചെയ്യുന്നു. ഒരു ബാറ്ററിയുമായി ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോളർ ആണ്. ഈ കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഈ സർക്യൂട്ടിൽ കൂടെ ഒഴുകുന്ന കറണ്ടിനെ നമുക്ക് എന്ത് എഴുതാം? കറണ്ട് എന്നുള്ളത് EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് എഴുതാം. EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇവിടെ EMF ക്യാപിറ്റൽ ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? R പ്ലസ് സ്മോൾ r. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ E = എന്ത് വരും? I ഇൻറ്റു
ആർ പ്ലസ് ആർ. ഇതിനെ നമ്മളൊന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു ഇ എം എഫ് എന്നുള്ളത് എത്രയാ ഐ ആർ പ്ലസ് സ്മോൾ ഐ ആർ. ഇവിടെ ഐ ആർ എന്നുള്ളത് ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ്, അതായത് ടെർമിനൽസിന് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ്. അതിനെ ഞാൻ വി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇറ്റ്സ് എ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ സെൽ. ഐ ആർ എന്നുള്ള ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലിന്റെ ഇടയിൽ കൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിന് അക്രോസ് ആയിട്ട് നഷ്ടപ്പെടുക, ഇന്റർണൽ റെസിസ്റ്റൻസ് മൂലം അതിന് അക്രോസ് ആയിട്ട് നഷ്ടപ്പെടുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഉള്ളത് അല്ലേ. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ സെൽ ഡ്യൂ ടു ഇന്റർണൽ റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈനെ നമുക്ക് എന്ത് എഴുതാം, ഇ ഈസ് ഈക്വൽ ടു ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് ഐ ആർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. അപ്പോൾ ഇതിൽ തന്നെ കാണാൻ പറ്റും ഇ എം എഫ് ആണായിട്ട് ഹയർ ആവുക, നമുക്ക് പുറമേക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ടെർമിനൽ ആക്ച്വൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ അത് സ്ലൈറ്റ്ലി ലോവർ ദാൻ ഇ എം എഫ് ആയിരിക്കും. ഞാനിത് ഒന്നും കൂടി എടുത്ത് എഴുതി, ഇ ഈസ് ഈക്വൽ ടു വി പ്ലസ് ഐ ആർ ഓർ വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. ഈ ഇക്വേഷനിൽ ഇപ്പോൾ കറണ്ട് 0 ആണെന്ന് വിചാരിക്കുക. when there is no current is drawn from the circuit cell അല്ലേ, ആ സിറ്റുവേഷനിൽ ഇക്വേഷൻ പ്രകാരം എന്തായിരിക്കും, ഇ ഈസ് ഈക്വൽ ടു വി ആയിരിക്കും, ഐ ആർ 0 ആയി മാറും അല്ലേ. അപ്പം അതിനല്ലേ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ എന്താ, ദാറ്റ് ഈസ് ഇ എം എഫ് ഇസ് ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെൻ കറണ്ട് ഡ്രോൺ ഫ്രം ദ സെൽ ഈസ് 0. സെല്ലിന് അക്രോസ് ഉണ്ടാവുന്ന ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കറണ്ട് ഇല്ലാത്തപ്പോൾ. കറണ്ട് പുറമേക്ക് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ പറയും എന്താ, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ്. ഇതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇ എം എഫ്. അപ്പോൾ ഇ എം എഫ് എന്താണെന്നും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് ആക്ച്വലി വോൾട്ടേജ് തന്നെയാണ്, സെല്ലിൻ്റെ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ്. അതിൻ്റെ മിനിമം വർക്ക് ഡൺ ആണ് ടു മെയിൻറ്റെയിൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ആണ്. അതുമൂലം സെല്ലിൽ കൂടെ ഒഴുകുമ്പോൾ കുറച്ച് വോൾട്ടേജ് നഷ്ടപ്പെടും. അത് കഴിഞ്ഞുള്ള വോൾട്ടേജ് മാത്രമേ ടെർമിനൽസിൻ്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുള്ളൂ. ആ വോൾട്ടേജിനെ പറയുന്ന പേരാണ് എന്ത്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇ എം എഫും തമ്മിലുള്ള റിലേഷൻ വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ ആണ്. ഇറ്റ്സ് ഓൾവേസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ഇ എം എഫ്. ഓക്കെ, ഇനി കറണ്ട് 0 ആകുമ്പോൾ ഇ എന്നുള്ളത് വി ആയി മാറും. അതായത് ഇ എം എഫ് എന്നുള്ളത് എന്താണ്, ഒരു സെല്ലിൻ്റെ ടെർമിനൽ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് വെൻ ദർ ഈസ് നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ദ സർക്യൂട്ട്, ഡ്രോൺ ഫ്രം ദ സെൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇ എം എഫുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത സെഷനായിട്ട് നമ്മൾ നോക്കേണ്ടത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. നമുക്കറിയാം വ്യത്യസ്ത തരം കോമ്പിനേഷനുകളുണ്ട്, സീരീസ് കോമ്പിനേഷൻ അതേപോലെ പാരലൽ കോമ്പിനേഷൻസ്. അതിൽ ആദ്യം നമ്മൾ സീരീസ് കോമ്പിനേഷൻ നോക്കുക. അപ്പം അതിനുവേണ്ടി നമ്മളൊരു സർക്യൂട്ട് ഇമാജിൻ ചെയ്യണു. ഒരു 3 റെസിസ്റ്റൻസസ് R1, R2, R3 അത് ഒരു ബാറ്ററിയുമായിട്ട് സീരീസ് ആയി കണക്ട് ചെയ്യുക. എന്താ സീരീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് കറണ്ട് കടന്നു പോകുമ്പോൾ ഏതൊക്കെ കോമ്പണൻസിൽ കൂടെയാണോ ഒരേ കറണ്ട് കടന്നു പോകുന്നത് ആ കോമ്പണൻസ് ഒക്കെ സീരീസ് കോമ്പിനേഷനിലായിരിക്കും, ഒരേ ശ്രേണിയിലായിരിക്കും അല്ലേ. സോ കറണ്ട് ഈസ് കോൺസ്റ്റന്റ് ഇൻ എ സീരീസ് കോമ്പിനേഷൻ. കറണ്ടിൽ മാറ്റം ഉണ്ടാവില്ല. സെയിം കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ഓൾ റെസിസ്റ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കറണ്ട് സെയിം ആണെങ്കിൽ ഈ കറണ്ട് മൂലം ഈ ഓരോ ഇതിനെ ക്രോസ് ആയിട്ടും വോൾട്ടേജ് ഡ്രോപ്പുകൾ ഉണ്ടാവും. ഇപ്പോൾ V1 ആണ് ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ്, ഇവിടുത്തെ വോൾട്ടേജ് V2, ഇതിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് V3, വോൾട്ടേജ് ഡ്രോപ്പ് V3. അങ്ങനെയാണെങ്കിൽ ബൈ കൺസർവേഷൻ ഓഫ് എനർജി നമുക്ക് എന്താ എഴുതാൻ പറ്റും, ടോട്ടൽ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് എഴുതാം. ദിസ് ഇക്വേഷൻ നമ്പർ 1 അല്ലേ. ഇനി ഓംസ് ലോ പ്രകാരം നമുക്കറിയാം V = IR ആണ്. അങ്ങനെയാണെങ്കിൽ V1 എന്തായിരിക്കും, V1 = I × R1. കാരണം I സെയിം ആണ്, സോ I തന്നെ എഴുതാം. I1 എന്ന് എഴുതണ്ടാവില്ല, I എന്ന് എഴുതിയാൽ മതി, I R1. അതേപോലെ V2 എന്നുള്ളത് എത്രയായിട്ട് എഴുതാം, I R2 എന്ന് എഴുതാം. അതേപോലെ V3 I R3 എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പൊട്ടൻഷ്യലിനെ നമുക്ക് എന്ത് എഴുതാം, IR1 പ്ലസ് IR2 പ്ലസ് IR3 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. I എല്ലാത്തിലും കോമൺ ആണ്. നമ്മൾ പുറമേക്ക് എടുത്തു കഴിഞ്ഞാൽ I × R1 പ്ലസ് R2 പ്ലസ് R3. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്, നമുക്ക് ഇതിൻ്റെ ഇഫക്റ്റീവ് 3ൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 3 റെസിസ്റ്റൻസും നമ്മൾ റീപ്ലേസ് ചെയ്യണത് പോലെ ഇമാജിൻ ചെയ്യണം വിത്ത് ആൻ റെസിസ്റ്റർ ഹൂസ് റെസിസ്റ്റൻസ് ഈസ് ദ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് ദീസ് 3 റെസിസ്റ്റേഴ്സ്. ഈ 3ൻ്റെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉള്ള ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ ഈ 3നെയും റീപ്ലേസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസിനെ ഞാൻ R ഇഫക്റ്റീവ് എന്ന് റെപ്രസെന്റ് ചെയ്യാം.
അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? സെയിം കറണ്ട് ആണ്, സെയിം വോൾട്ടേജ് ആണ് അതിൽ കൂടെ കടന്നു പോവുക ഇഫക്റ്റീവ് വാല്യൂല്. അങ്ങനെയാണെങ്കിൽ വി സിക്കൽ എത്രയാ? ഐ ആർ ഇഫക്റ്റീവ് ആണ്, നമുക്കറിയാം. ഇത് സിംപ്ലൈസ് ദാറ്റ്. ഇത് ഇതിലേക്ക് മുകളിലത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിയുടെ പൊസിഷനിൽ നമുക്ക് എന്താ വി ഐ ആർ ഇഫക്റ്റീവ് എന്ന് കൊടുക്കാം. സോ ഐ ആർ ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ എന്ന് എഴുതാം. ഇതിൽ ഐ കോമൺ ആയതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? സിംപ്ലൈസ് ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു ആർ ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ഐ ക്യാൻസൽ ചെയ്താൽ ആർ ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. അതായത് ഒരു സീരീസ് കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് വാല്യൂ എന്നുള്ളത് ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. ഇനി എൻ റെസിസ്റ്റൻസുകൾ സീരീസ് ആയി കണക്ട് ചെയ്യുകയാണെങ്കിൽ ആർ ഇഫക്റ്റീവ് എന്നുള്ളത് ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ പ്ലസ് ആർ ഫോർ പ്ലസ് ആർ ഫൈവ് പ്ലസ് എക്സെട്ര പ്ലസ് ആർ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എനിവേ സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുക ചെയ്യുക. ഏതാണോ ഹയർ വാല്യൂവിനിട്ടും ഹയർ ദ വാല്യൂ ആയിരിക്കും ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. നമ്മൾ ഈ കപ്പാസിറ്റൻസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കപ്പാസിറ്റൻസിൽ സീരീസ് കോമ്പിനേഷനിൽ 1/c = 1/c1 പ്ലസ് 1/c2 പ്ലസ് 1/c3 ആണ്. അവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ കപ്പാസിറ്റൻസ് കുറയുകയും ചെയ്യണം. പക്ഷെ റെസിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. ടോട്ടൽ റെസിസ്റ്റൻസ് അവിടെ കൂടുകയാണ് ചെയ്യുക. ഇതാണ് സീരീസ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, അല്ലേ? സീരീസ് കോമ്പിനേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒറ്റ മാർഗ്ഗമാണ് ഏതൊക്കെ കറണ്ടാണോ സെയിം കോമ്പൗണ്ട്സിലൂടെ കടന്നു പോകുന്നത് അതൊക്കെ സീരീസ് കോമ്പിനേഷനിലായിരിക്കും. ഇനി രണ്ടാമത്തെ കോമ്പിനേഷൻ ആണ് എന്ത്? പാരലൽ കോമ്പിനേഷൻ. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ മൂന്ന് റെസിസ്റ്റൻസുകൾ ഒരു എക്സ്റ്റേണൽ ബാറ്ററിയുടെ വോൾട്ടേജുമായി പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. പാരലൽ കണക്ഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ പാരലൽ കണക്ഷൻ അവിടെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ I1, I2, I3 ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് ഇപ്പോൾ രണ്ടിൻ്റെയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി വോൾട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റിനെ ഇവിടുത്തെ ഈ ഫസ്റ്റ് പോസിറ്റീവ് ടെർമിനലിനെ നമുക്ക് പൊട്ടൻഷ്യൽ നമുക്ക് എന്തായിട്ട് കൊടുക്കാം? വി ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക. വി ആയിട്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആക്ച്വൽ പൊട്ടൻഷ്യൽ എന്തായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യണു? നമുക്ക് എവിടെ വേണമെങ്കിൽ എന്ത് വാല്യൂ വേണമെങ്കിൽ അസൈൻ ചെയ്യാം. അതിനനുസരിച്ച് കാൽക്കുലേഷൻ എടുത്താൽ മതി. 0 ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? വി ആണ്. വി മൈനസ് 0 വി തന്നെയാണ്. ഇനി ഈ പൊട്ടൻഷ്യൽ തന്നെയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുക. കാരണം എന്താ? ഈ കണക്ഷൻ വയറിനൊന്നും റെസിസ്റ്റൻസ് ഇല്ല, അതിനിടയിലൊന്നും വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര തന്നെയായിരിക്കും? വി തന്നെയായിരിക്കും. ഈ പോയിന്റിന് അതേ പോയിന്റ് തന്നെയല്ല ഇവിടെയും വരുന്നത്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര തന്നെയായിരിക്കും? ഈക്വൽ ടു 0 തന്നെയായിരിക്കും, അല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ R1 അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? വി മൈനസ് 0 വി തന്നെയാണ്. R2 അക്രോസുള്ള വി മൈനസ് 0 വി തന്നെയാണ്. R3 അക്രോസോ വി മൈനസ് 0 വി തന്നെയാണ്. അതായത് പാരലൽ കണക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും, പക്ഷെ കറണ്ട് ഡിഫറെൻ്റ് ആണ്. സോ ഇൻ പാരലൽ കോമ്പിനേഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് കോൺസ്റ്റന്റ് സെയിം. ദെൻ അഗെയിൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ കറണ്ടിന് നമുക്ക് എന്തായിട്ട് എഴുതാം? I is equal to I1 plus I2 plus I3. ഇതാണ് I. ഇവിടുത്തെ വാല്യൂ ആണ് നമുക്ക് എന്തായിട്ട് എടുക്കേണ്ടത്? I ആയിട്ട് നമ്മൾ എടുക്കുന്നത്, അല്ലേ? I വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറണ്ട് I is equal to I1 plus I2 plus I3 ആണ്. ഇനി ബൈ ഓംസ് ലോ V is equal to IR ആണ്, നമുക്കറിയാം ജനറൽ എക്സ്പ്രഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കറണ്ട് എന്തായിരിക്കും? കറണ്ട് is equal to I is equal to V by R. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് I1? I1 എന്നുള്ളത് എന്താ? I1 is equal to V by R1. പൊട്ടൻഷ്യൽ സെയിം ആണ് എല്ലായാലും. സോ V by R. I2 എന്നുള്ളത് എത്രയാ? V by R2. I3 എന്നുള്ളത് എത്രയാ? V by R3. അത് ഈ ഇക്വേഷൻ പ്രകാരം ഈ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും I എന്നുള്ളത് ടോട്ടൽ കറണ്ട് എത്രയാ? I1 വരെ V by R1, I2 വരെ V by R2, I3 വരെ V by R3. V കോമൺ ആണ്, പുറമേക്ക് എടുത്താൽ 1 by R1 plus 1 by R2 plus 1 by R3. ഇത് ഞാൻ ഒന്നും കൂടി എടുത്തെഴുതി, അല്ലേ? ഒന്നും കൂടിയും എടുത്തെഴുതി. അതിൽ ഇനി നമ്മൾ ചെയ്യണത് എന്താ? ഈ 3 റെസിസ്റ്റൻസിനെയും റീപ്ലേസ് ചെയ്യണം ബൈ എ സിംഗിൾ റെസിസ്റ്റർ വിത്ത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. 3ന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയ സിംഗിൾ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അതിൻ്റെ വാല്യൂ എത്രയാ? ഇഫക്റ്റീവ് ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ബൈ എക്സ്പ്രഷൻ I is equal to V by R ആണ്. സോ I is equal to V by R ഇഫക്റ്റീവ് ആയിരിക്കും, അല്ലേ? ഇതും മുകളിലത്തെ ഇക്വേഷൻ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം.
ഐ സെയിം ആണ് അല്ലേ? ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വി ബൈ ആർ ഇഫക്റ്റീവ് എന്നുള്ളത് വി ബൈ ആർ 1/r1 പ്ലസ് 1/r2 പ്ലസ് 1/r3 ആയിരിക്കും. അതിൽ വി രണ്ടിലും കോമൺ ആണ്, അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ദിസ് ഇംപ്ലൈസ് ദാറ്റ് 1/r effective is equal to 1/r1 plus 1/r2 plus 1/r3. This is the effective equation for the parallel combination. അല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയുക ചെയ്യാം പാരലൽ കോമ്പിനേഷനിൽ. ഇപ്പോൾ 1 ഓം റെസിസ്റ്റൻസ് ഉണ്ട്, നമ്മളിൽ 100 ഓം ഉണ്ട്, 500 ഓം ഉണ്ട്, 1000 ഓം ഉണ്ട്. ഈ 4 റെസിസ്റ്റൻസുകളും ഒരു ബാറ്ററിയുമായിട്ട് പാരലായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ ബയസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററിയുമായി കണക്ട് ചെയ്യാൻ അർത്ഥം. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? പാരലൽ കോമ്പിനേഷനിൽ ഏതാണ് ഏറ്റവും ചെറുത്? 1000 വാല്യൂ ഒക്കെ ഉണ്ട്, എന്നിരുന്നാലും ഏറ്റവും ചെറുത് എത്രയാണ്? 1. അതിനേക്കാട്ടും ചെറുതായിരിക്കും എന്നുണ്ടാവുക ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലേ? അതായത് പാരലൽ കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ 1/r ഇഫക്റ്റീവ് ഈക്വൽ 1/r1 പ്ലസ് 1/r2 പ്ലസ് 1/r3. ഇനി ഇഫ് ദർ ആർ n, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻ പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നുള്ളത് എന്തായിരിക്കും? സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ ദ കോമ്പിനേഷൻ. ഓക്കെ. ഇനി ഇഫ് ദർ ആർ n റെസിസ്റ്റൻസ് ആർ ഇൻ പാരലൽ, വാട്ട് വിൽ ബി ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്? 1/r effective is equal to 1/r1 plus 1/r2 plus 1/r3 plus 1/r. ഇതിൽ ശ്രദ്ധിക്കുക, റെസിപ്രോക്കൽ ആണ്. ഈ കിട്ടുന്ന വാല്യൂവിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മളെപ്പോഴും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. 1/r വെച്ച് ഇത് കാൽക്കുലേറ്റ് ചെയ്യും, പക്ഷെ അതിന്റെ റെസിപ്രോക്കൽ എടുത്താലാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുക അല്ലേ? എന്നാലാണ് നമ്മളെ ഫൈനൽ ഇക്വേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ ശ്രമിച്ചത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. താങ്ക് യു.